ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഡേറ്റ് സെപ്റ്റംബർ 22. മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ മുകളിലോട്ട് റിക്കവർ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒരു ഷാർപ്പ് അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ബൈ എൻട്രി എടുക്കാനാണ്. പക്ഷേ എന്തായാലും ഈ ഒരു ലൊക്കേഷനിൽ ഒരു ട്രേഡ് എടുക്കുന്നില്ല, കാരണം നല്ല ഷാർപ്പായിട്ട് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു പുൾ ബാക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഹൈ, ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നെക്സ്റ്റ് പുൾ ബാക്കിലൊരു ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗിൽ ഫസ്റ്റ് ഒരു ട്രേഡ് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇമ്മീഡിയറ്റ്ലി ആ ഒരു റിക്കവർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പിന്നെ നമ്മൾ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഒരു സ്ട്രോങ് അപ്പ് ട്രെൻഡ് ആണ് ഉള്ളത്, റൈറ്റ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനോട്ട് തന്നെയാണ് ഒരു ട്രേഡ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് ബയർ വീക്ക് ആയിരുന്നു, ഈ ഒരു ലെവൽ ഹൈ പോയിന്റ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇന്ന് എസ്പെഷ്യലി ഇന്നൊരു ട്രാപ്പ് മോർണിംഗിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാനൊരു സ്ട്രോങ് അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും ഒരു വലിയ മൂവ്മെൻറ്റ് മുൻപ് ഒരു ട്രാപ്പ് മാർക്കറ്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു പുൾ ബാക്കോ സംതിങ് വരട്ടെ. ഇൻ കേസ് വന്നില്ലെങ്കിൽ നോക്കാം. നിഫ്റ്റിയും ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് സ്ലോലി റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ബാങ്ക് നിഫ്റ്റിയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. സോ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ട്രേഡ് എടുക്കുന്ന സമയത്ത്. ഓക്കെ ട്രേഡേഴ്സ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്ത ലെവൽ വന്നിട്ടുണ്ട്. എൻ്റെ ട്രേഡ് ഇവിടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. റെഗുലർ ക്വാണ്ടിറ്റി 140 ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ ആഡ് ചെയ്യുവാണ്. ഓർഡർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മോർണിംഗിൽ തന്നെ ഒരു എൻട്രി എടുക്കാൻ എല്ലാം പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ചെറിയ ഡിസ്ട്രാക്ഷൻ, ഞാനിപ്പം ഓൾറെഡി വീഡിയോ റെക്കോർഡ് ചെയ്ത് കമൻറ്ററിയൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു സെക്കൻഡ് ഡിലേ കൊണ്ട് ഞാൻ ഒരു ട്രേഡ് മിസ് ചെയ്തു. അതായത് ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെവൽ ഈ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ മുകളിലോട്ട് റിക്കവർ ചെയ്ത സമയത്ത് തന്നെ ഒരു എൻട്രി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അതൊന്നും ചെറിയ ഡിലേ ആയതുകൊണ്ട് മാർക്കറ്റ് പിന്നെ കണ്ടിന്യൂസ്ലി അപ്സൈഡിലോട്ട് പോയി. അതിനുശേഷമാണ് പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു പ്രോപ്പർ പുൾ ബാക്ക്, അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്വിംഗ് ഹൈ, ഈ ഒരു സ്ട്രക്ചർ അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തു, പിന്നെ റെഗുലർ റീടെസ്റ്റ് എടുത്തു. സോ അവിടെ നിന്ന് ഞാൻ എൻ്റെ എൻട്രി എടുത്തു. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അപ്സൈഡ് മൂവാണ്. ഓക്കെ, പിന്നെ ലോ വിക്സ് മാർക്കറ്റാണ്. അപ്പോൾ വലിയ ടാർഗറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നൊക്കെ സെല് ചെയ്ത ആൾക്കാരുണ്ടോ, കഴിഞ്ഞ ദിവസം മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിരിക്കും. ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നടത്തിയിട്ടുണ്ട്. ലോവർ ഹൈ ഫോർമേഷനൊക്കെ മാറി ഒരു ഹയർ ഹൈ ഫോർമേഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു റീസണാണ് ആ ഒരു ട്രേഡ് എടുക്കാനുള്ളത്. ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ബിക്കോസ് ഈ ലെവലിനെ താഴോട്ട് മാർക്കറ്റ് വന്ന് സസ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഈ ലെവലിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്യും. എൻ്റെ ടാർഗറ്റ് ഡേ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്യട്ടെ. ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു ടാർഗറ്റ് ഞാൻ പ്രീമിയത്തിലൊരു 60+ പോയിൻ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ലോ വോളറ്റൈൽ മാർക്കറ്റാണ്. സോ അതുകൊണ്ട് തന്നെ വലിയ പ്രോഫിറ്റ് ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഒരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഡേ ഹൈയിൽ ചെറിയൊരു റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് അപ്പം ബ്രേക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി. പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ വലിയ മൂവ്മെൻറ്റ് ഒന്നുമില്ല, ഒരു 20-30 പോയിന്റ് പ്ലസ് സംതിങ് റണ്ണിങ്ങിലാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻ കേസ് ഇനി ഇവിടുന്ന് റിവേഴ്സിലാണ് വരുന്നതെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലോയിൻ്റെ താഴെ ഞാൻ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നോക്കിയിട്ട്, അതായത് ഈ ലെവലിൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ എക്സിറ്റ് ചെയ്യും. പിന്നെ അധികം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ താഴോട്ട് ഒരു ക്യാൻഡിൽ 1-2 ക്യാൻഡിലൊക്കെ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്യും ചെറിയ ലോസിൽ. ബ്രേക്ക്ഔട്ട് നടക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഡേ ഹൈൻ്റെ അടുത്താണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ബ്രേക്ക്ഔട്ടിൽ തന്നെ പ്രീമിയത്തിൽ ചെറിയൊരു സ്പൈക്ക് കിട്ടും. അപ്പോൾ ഒരു ടാർഗറ്റ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ ഫൈനലി ഡേ ഹൈ ജസ്റ്റ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുണ്ട്. ഒരു സ്ട്രോങ് ബ്രേക്ക്ഔട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് അധികം ഗ്രീഡി ആകുന്നില്ല, കാരണം കൈൻഡ് ഓഫ് മാർക്കറ്റാണ്. ഇപ്പോൾ ലോ വോളറ്റൈൽ മാർക്കറ്റാണ്. വിക്സ് 10ൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പം ആസ് പെർ എൻ്റെ റൂൾ അനുസരിച്ചിട്ട് മാക്സിമം 60 പോയിന്റ് കിട്ടിയാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. അത് തന്നെയാണ് ഒരു ഇനീഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നത്. നിഫ്റ്റി അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ആ ഒരു പ്ലാനിനനുസരിച്ചിട്ട് എൻട്രി എടുത്തു, പ്ലാനിനനുസരിച്ചിട്ട് എക്സിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതാണ് ട്രേഡിങ്. നമ്മൾ ജസ്റ്റ് എക്സിക്യൂഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വിത്ത് ഡിസിപ്ലിൻ. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, നല്ല രീതിയിൽ മാർക്കറ്റിന് അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് ബയേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിലോട്ട് വരുന്നതെന്നും ആരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതും എങ്ങനെ പുതിയ ബയേഴ്സ് പുതിയ സെല്ലേഴ്സ് വരുന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക.
പ്ലാൻ അനുസരിച്ച് ട്രേഡ് എടുക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിനോട് കൂടെ നമ്മളെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ട്രേഡ് ഞാൻ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. നിയർലി ഒരു 65 പോയിന്റ് സംതിങ്. ഓക്കെ, സോ എന്തായാലും നല്ലൊരു ട്രേഡ് ആയിരുന്നു. അപ്പോൾ ഇനി വേറൊരു ട്രേഡ് ഇല്ല. സോ പോസ്റ്റ് ചെയ്ത് പോവുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. മേ ബി ഇനി മുകളിലോട്ട് പോകാം, ബട്ട് എനിവേ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. സോ എൻട്രി എടുത്തത് ഏകദേശം ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് ടെസ്റ്റിലാണ് ആൻഡ് ഹൈയിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്തു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.